കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ വേഷത്തിലോ? നിങ്ങളെ കണ്ടു എന്ന് ഉറപ്പാണോ? എന്നെ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നൊരു സംശയം. പെട്ടെന്നാണ് എന്നിലെ നടി അങ്ങ് ഉണർന്നത്. വികലാംഗ എന്ന നാടകത്തിൽ ഞാൻ അഭിനയിച്ച ക്യാരക്ടർ അങ്ങ് പുറത്തെടുത്തിട്ട് എന്നിട്ട് ചട്ടുകാലിയായിട്ട് ഒരൊറ്റ നടപ്പ്. അതാ ഇങ്ങനെ. എങ്ങനെ ഉണ്ട്? അയ്യോ, ഓ ഇതെന്തരനെ ബോഡി ഷേമിങ്ങിനാ തല്ലിയത്? ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ പ്ലാനിംഗ് ഒക്കെ നടത്തുന്നത്. അതൊറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ നശിപ്പിച്ച ജീവനോടെ നിങ്ങൾ പോവില്ല. നിങ്ങളുടെ ഒരു അഭിനയം. അതെ, ഞാൻ ആട്ടേക്കറി രക്ഷപ്പെട്ട്. അപ്പോഴെങ്ങനെ കാണിച്ചോണ്ട് അവർക്ക് മനസ്സിലായില്ല. വിവാഹ നിശ്ചയം വരെ നക്ഷത്ര നിലയത്തിൽ നിന്ന് പുറത്തു പോകില്ലെന്ന അഗ്രിമെന്റ്. അഥവാ പോയാൽ അത് ഇവിടെ അറിയിക്കണം. കോടികളുടെ ബിസിനസ് നടത്തുന്ന രാജശേഖരൻ തമ്പിയും അയാളുടെ ഭാര്യയും ആ പ്രതാപത്തിൽ മാത്രമേ സഞ്ചരിക്കാവൂ. ഇതിപ്പോ കൂടും തൂക്കി വല്ല ബസ്സിലും ഓട്ടോയിലും ഒക്കെ കേറി. അയ്യോ, അങ്ങനെ പറ്റിപ്പോയി സാറേ. എന്റെ അമ്മയാണ് സത്യം. ഇനി എന്റെ പെറ്റതള്ള ചത്തെന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല. അനുവാദമില്ലാതെ പോവരുത്. പിടിക്കപ്പെട്ടാൽ കുടുങ്ങുന്നത് ഞങ്ങളായിരിക്കും. അതെപ്പോഴും നിങ്ങൾ ഓർക്കണം. ഓ, അപ്പ കിട്ടാനുള്ളത് കിട്ടി. അപ്പൊ ഞാൻ ഇനി പൊയ്ക്കോട്ടാ. എവിടേക്ക്? നക്ഷത്ര നിലയത്തിലോട്ട്. ഈ വേഷത്തിൽ ഇനി ഓട്ടോയിൽ പോയി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അവിടെ എത്തിക്കാൻ ഞാൻ ഡ്രൈവറിനോട് പറയാം. ചെല്ല്. വാ പോണേ. എടി. ഓ, ഇവളെ ഇവര് കണ്ടു കാണൂ. കണ്ടു കാണും, പക്ഷേ നക്ഷത്രയുടെ അമ്മയാണെന്ന് ഉറപ്പിക്കില്ല. അതെ, നക്ഷത്രയുടെ മമ്മിയെ പോലെ ഒരാളെ കണ്ട കാര്യം ഇവനോടിപ്പോ പറയണ്ട. ശരിയേട്ടാ. ആഹാ, എന്താ ഒരു സീക്രട്ട്? ഈയിടെയായിട്ട് നിന്റെ സൗന്ദര്യം ഇത്തിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയം. താങ്ക് യു. പ്രണയിക്കുന്ന സമയത്താ ഇങ്ങനെ സൗന്ദര്യം കൂടുന്നത്. ആണോ? പിന്നെ ഞാനും ഐശ്വര്യം സ്ട്രോങ് ലവ് ആയിരുന്ന സമയത്ത് എന്റെ സൗന്ദര്യം ഒന്ന് കാണേണ്ടതായിരുന്നു. ഓ, ഇപ്പൊ എന്താ ലവ് ഇല്ലേ? കല്യാണം കഴിഞ്ഞാ എവിടാടാ അതിനൊക്കെ നേരം? പിന്നെ ഒരു നെട്ടോട്ടോ അല്ലേ? കണ്ടില്ലേ മുടിയെല്ലാം പോയത്? അത് ആദ്യേട്ടന്റെ കുഴപ്പ. കല്യാണം കഴിഞ്ഞ് പ്രേമിക്കാൻ തുടങ്ങിയാ മതിയായിരുന്നു. അതിന് നിന്റെ ചേട്ടത്തി അമ്മ സമ്മതിക്കണ്ടേ? വേറെ ആരെങ്കിലും ലവ് ചെയ്യാൻ പോകുമ്പോഴാ ഈ പ്രശ്നം. പ്രേമ അമൃത അടുത്തോടാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഇത്ര സ്റ്റൈലായിട്ട് ഈ സമയത്ത് നീ എങ്ങോട്ടാ? ഏട്ടാ നോക്കിയേട്ടാ, അവന്റെ നാണം നോക്കിയേ. എന്താടാ പരിപാടി? ഞാൻ എന്റെ ഫിയാൻസിയുടെ കൂടെ ഡിന്നറിന് പോവാ. നീയോ? എന്താ, എനിക്ക് പോയി കൂടെ? നീ ഇത്രയും വളർന്നെന്നറിയാൻ ഏട്ടൻ വൈകി പോയടാ. അല്ല, എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? കളിയാക്കാതെ ഏട്ടാ. അമ്മയുടെ ചെല്ലക്കുട്ടി ഭാവി വധുവിനോടൊപ്പം സ്വാതന്ത്ര്യത്തോടെ ഒരു ഡിന്നറിന് പൊക്കോട്ടെ. നീ പോയിട്ട് വാ മോനെ. ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടായിരിക്കും. നക്ഷത്ര ഡിന്നറിന് ക്ഷണിച്ചപ്പോ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് ഉരുണ്ട് കളിക്കാതെ വേഗം പോവാൻ നോക്കും. കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. കല്യാണം കഴിഞ്ഞാൽ നല്ല പോസ്റ്റ് തരും. നക്ഷത്രയുടെ അടുത്ത് നിന്ന് നീ അളന്ന് മുറിച്ച് സംസാരിച്ച് വെറുതെ സീൻ ബോറാക്കരുത്. നീ ഒരു റൊമാൻറ്റിക് ഹീറോ ആണെന്ന് അവർക്ക് തോന്നണം. ചെല്ലടാ, ഇന്നത്തെ ഡിന്നർ പാർട്ടി അവിസ്മരണീയമാക്കിട്ട് വാ. ഓ, അടിച്ചു പൊളിച്ചിട്ട് വാടാ. ഓക്കേടാ. നമ്മളൊക്കത്തെടുത്ത് നടന്ന പയ്യൻ ചെക്കൻ എത്ര പെട്ടെന്ന് കല്യാണ പയ്യനായത്? അത് നമുക്ക് പ്രായം കൂടുന്ന അറിയാത്തതുകൊണ്ടാ. അതറിയണം. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? കുട്ടികളില്ലാത്ത ലൈഫ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. വെൽക്കം മാം, പ്ലീസ് കം. സാർ വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം.
ഓക്കെ, താങ്ക് യു. ഓക്കെ മാം. അജയ്, അഖിൽ എത്തിയില്ലേ? വരുമ്പോ സെക്യൂരിറ്റി അറിയിക്കും. നീ ഇവിടെ അടുത്ത് തന്നെ കാണണം. നിങ്ങളെ കാണാവുന്ന അകലത്തിൽ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ഡിന്നറിനിടയിൽ അഖിലിന് ഭക്ഷണം വിളമ്പുമ്പോ അറിയാതെ കൈ തട്ടിയതുപോലെ അവന്റെ ഷർട്ടിലോ കോട്ടിലോ കറി വീഴും. ഇവിടെ തന്നെ റൂം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രസ് വാഷ് ചെയ്യാമെന്ന രീതിയിൽ ഞാൻ അഖിലിനെ റൂമിലെത്തിക്കും. ഞങ്ങൾ ഒന്നിച്ച് റൂമിൽ കയറുന്ന വീഡിയോ നീ എടുക്കണം. സെക്യൂരിറ്റിയാ, അഖിൽ വന്നു തോന്നുന്നു. എന്നെ കാണണ്ട. ഓക്കെ. മേഡം അവിടെയുണ്ട്. താങ്ക് യു. പ്ലീസ്. ഹലോ. കൂട്ടുകാരനും വന്നിട്ടുണ്ടല്ലേ കൂടെ? ഞാൻ വേറൊരു സ്ഥലത്താ. ഇയാൾ എന്തിനാ കൊണ്ടുവന്നത്? എല്ലാ പ്ലാനും പൊളിയല്ലോ. ഞാൻ പിന്നെ വിളിക്കാം. അതെ, ഇവന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ കൂടെ പോന്നതാ. വെറുതെ നക്ഷത്രയ്ക്കൊപ്പം ഇന്നത്തെ ഡിന്നർ എന്ന് അറിയാതെ ഞാൻ പറഞ്ഞുപോയി. ആ നിമിഷം മുതൽ എന്റെ കൂടെ കൂടിയതാ എന്ന് കരുതി നിങ്ങൾക്ക് ഞാൻ ഒരു ശല്യമാകത്തേ ഇല്ല. 1 സെക്കൻഡ്, ഒരു കാര്യം പറയട്ടെ. ഇങ്ങ് വന്നേ. ഞാനൊരു ബിയർ വാങ്ങിച്ച് സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടാ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യും. ശരിയല്ലേ? വാ. ഫുഡ് ഓർഡർ ചെയ്യണ്ടേ? അതൊക്കെ പതുക്കെ മതി. നമുക്ക് കുറച്ചു നേരം കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് മനസ്സ് പറയുന്നത് കേൾക്കാം. നക്ഷത്ര റൊമാൻറ്റിക് മൂഡിലാണല്ലോ. നീ എന്റെ ഡ്രസ് വെച്ചിരുന്ന ബാഗ് എടുത്തില്ലേ? അരുന്ധതി മാം പറഞ്ഞു എടുക്കണ്ടെന്ന്. നീ ഇവിടെ 4 പാട്ടല്ലേ പാടുന്നുള്ളൂ. അതിന് ഈ ഡ്രസ്സൊക്കെ മതി. കഴിഞ്ഞ തവണ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോഴേ 2 ജോഡി ഡ്രസ്സാ നഷ്ടപ്പെട്ടത്. അത് ഇവിടെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാ. അതെങ്ങനെയാ? നമുക്ക് എങ്ങനെയെങ്കിലും നഷ്ടം വരുത്തണമെന്നുള്ള ചിന്തയല്ലേ ഉള്ളൂ ഇവൾക്ക്. നീ എന്തെങ്കിലും കഴിച്ചോ? ഈ ബാഗ് കൊണ്ടുപോയി മുകളിലത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇവിടുത്തെ റെസ്റ്റോറന്റിൽ പോയി എന്തെങ്കിലും കഴിച്ചോളണം. അല്ലാതെ പ്രോഗ്രാമിന് തൊട്ടു മുമ്പ് ഭക്ഷണം കഴിക്കാനൊന്നും പറഞ്ഞ് നടക്കരുത്. ആ വാ, നന്നായി പെർഫോം ചെയ്യണം കേട്ടോ. അല്ല, ഇതാരാ? അരുന്ധതി മേഡവും വിസ്മയും. ഇതെന്താ ഇവിടെ? ഒരു ചെറിയ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. അത് കൊള്ളാം. ഞാൻ മാത്രമല്ല, സംഗീതത്തെ സ്നേഹിക്കുന്ന അഖിലും ഇവിടെയുണ്ട്. അതെ, നക്ഷത്രയുടെ വക ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാ. അവരവിടെ ഒത്തണ്ടേ റെസ്റ്റോറന്റിലെ ജോളി അടിച്ചിരിക്കുക. മൈക്കിൾ ഒരു കാര്യം ചെയ്യണം. ഇന്നിവിടെ വിസ്മയയുടെ ഗാനമേള ഉണ്ടെന്ന് പറയണം. പിന്നെ ഞാൻ പറയാതിരിക്കോ? വിസ്മയുടെ പാട്ടുണ്ടോ? അഖിൽ അവിടെ എത്തിയിരിക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് അവൻ ആ വോയിസിനോട്. നീ എന്ത് കണ്ടോണ്ട് നിൽക്കുക? ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ഭക്ഷണം കഴിക്കേ. അതെ, ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കും കഴിക്കാനൊന്നും വാങ്ങിയില്ല. ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. അതെ, അഖിൽ സാറിനോട് പറയാൻ മറക്കരുതേ. എന്ത്? അല്ല, ഞാൻ പാടുന്നുണ്ടെന്ന്.
അത് ഞാൻ പറയും. ഓക്കെ, കോപ്പ് പറയും. അഖില് പാട്ട് കേൾക്കാൻ നിന്നാലേ വീട്ടിൽ ചെല്ലുമ്പോ പാതിരാത്രിയാവും. അതുകൊണ്ട് പാട്ടിന്റെ കാര്യം ഞാൻ മിണ്ടത്തില്ല. പാടുന്നു. നക്ഷത്രയ്ക്കൊപ്പം അഖില് കറക്കം തുടങ്ങിയെങ്കിൽ അവര് തമ്മിൽ കൂടുതൽ അടുത്ത് കാണും. ആ ബന്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. എങ്കിലേ നക്ഷത്രയ്ക്ക് പകരം നിന്റെ പേര് ചേർത്ത് വെക്കാൻ പറ്റൂ. എന്റെ ആദ്യേട്ടാ, ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല. നിങ്ങൾക്കത് മാറിപ്പോയതാവും. അരുൺ മാത്രമല്ല, ഞാനും അവരുടെ മുഖം വ്യക്തമായിട്ട് കണ്ടതാ. കാഴ്ചയിൽ കറക്റ്റ് നക്ഷത്രയുടെ മമ്മി തന്നെയാ. ആ, കോടീശ്വരനായ ബിസിനസ്സുകാരൻ രാജശേഖരൻ തമ്പിയുടെ ഭാര്യ മല്ലിക തമ്പി. ഒരു സാധാരണക്കാരിയെ പോലെ ബസ് കാത്ത് നിൽക്കാന്നൊക്കെ പറഞ്ഞാ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതാ ഞാനും ആലോചിക്കുന്നേ. ഞങ്ങളെ അവര് കണ്ടെന്നാ തോന്നുന്നേ. അടുത്തെത്തും മുമ്പേ ആ സ്ത്രീ മാറിക്കളഞ്ഞു. അത് നക്ഷത്രയുടെ മമ്മിയാണെങ്കിൽ നിങ്ങൾ കണ്ട് ഓടിപ്പോണ്ട കാര്യം എന്താ? ആ, ഓടിയല്ല, മുടന്തിയാ പോയേ. മുടന്തിയോ? ആ, അവർക്ക് കാലിലെന്തോ സ്വാധീനക്കുറവുണ്ട്. ആ, അപ്പൊ ഉറപ്പായി നിങ്ങൾ കണ്ടത് നക്ഷത്രയുടെ മമ്മിയെ അല്ല. ആകെ ഒരു കൺഫ്യൂഷൻ. എന്തിന്? അത് നക്ഷത്രയുടെ അമ്മയാണോ അല്ലയോ എന്ന് അറിയാത്തതിന്റെ ഒരു ടെൻഷൻ. ആദ്യം എന്റെ സംശയം ഇപ്പൊ തന്നെ തീർത്തു തരാം. നക്ഷത്ര വിളിച്ച് അവളുടെ പപ്പയും മമ്മയും എവിടെയുണ്ടെന്ന് അന്വേഷിക്കാം. വേണ്ട അമൃത, ഇപ്പൊ വിളിക്കണ്ട. അതെന്താ? നക്ഷത്ര ഇപ്പോ അക്കിയുടെ കൂടെ ഡിന്നർ പാർട്ടിയിലായിരിക്കും. അതിന്റെ ഇടയിൽ വിളിച്ച് ശല്യം ചെയ്യണ്ട. ഓ, ഞാനക്കാര്യം മറന്നു. ഇനിയിപ്പോ നാളെ ആവട്ടെ, ചോദിക്കാം. അവളോട് ചോദിക്കണ്ട, മറ്റേതെങ്കിലും വഴി ഒന്ന് അന്വേഷിച്ചു നോക്കാം. എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒന്നും പറയാനില്ലേ? നമ്മള് പറഞ്ഞല്ലോ, എന്നെ അഖയ്ക്ക് മനസ്സിലായി, അഖയ്ക്ക് എന്നെയും മനസ്സിലായി. പിന്നെ വാക്കുകളുടെ ആവശ്യമില്ലല്ലോ. നക്ഷത്ര എന്റെ ലൈഫ് പാർട്ണർ മാത്രമായിരിക്കില്ല, നല്ലൊരു ബിസിനസ് പാർട്ണർ കൂടി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ ലൈഫും കോടികളുടെ ആസ്തിയുള്ള ബിസിനസ്സും അതേ ഞാനും ഇപ്പൊ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താ ആലോചിക്കുന്നത്? ഏയ്, അഖിലിന്റെ പേരിലുള്ള സ്വത്തോ കുടുംബ പാരമ്പര്യമോ ഒന്നുമല്ല എനിക്കിഷ്ടായത്. ഈ ക്യാരക്ടർ. ഏറ്റവും നിഷ്കളങ്കമായി സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആരോ ആണെന്ന് തോന്നിപ്പോവുക. ഞാനിപ്പോ വരാവേ. സിഗരറ്റ് ഉണ്ടോ നിന്റെ കയ്യില്? സോറി, കാര്യം എടുക്കാൻ മറന്നു. അവന്റെ അടുത്തിരുന്ന് ബോറടിച്ചു. എനിക്കങ്ങനല്ല തോന്നിയത്. രണ്ടും കൂടെ ഭയങ്കര റൊമാൻസ് ആയിരുന്നല്ലോ. കൈവിട്ട് പോവോ? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അത് ആക്ടിങ്, ഇത് റിയൽ. അഖിലല്ല, നീയാ എന്റെ ലൈഫ് പാർട്ട്ണർ. എന്റെ കൃഷ്ണ, ഈ പെണ്ണിത് എന്ത് ഭാവിച്ച? ഇവൾ അഖിൽ സാറിന്റെ ഭാര്യയായിട്ട് വന്നാ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്റെ കണ്ണ, അഖിൽ സാറിനെ ഇവളിൽ നിന്നും രക്ഷിക്കണേ.
അവള് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് പിന്നെ ഇത് എവിടെ പോയി? മമ്മി, നീ അഖില്. നക്ഷത്ര കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പോയോ മോളെ? ഇതാ പറ്റിയ അവസരം. നീ അവന്റെ അടുത്ത് പോയി സംസാരിക്കേ. മമ്മി കൂടി വാ. നീ എങ്ങനെയെങ്കിലും അവനെ മനസ്സിളക്കിയേ പറ്റൂ. എന്നാലേ നമ്മൾ വിചാരിച്ച പോലൊക്കെ നടക്കൂ. എന്നാലും ഞാൻ ഒറ്റയ്ക്ക്. വാ. അഖിൽ സർ. വിസ്മയ, അരുന്ധതി മാം, രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണോ? ഇന്നത്തെ പ്രോഗ്രാം ഈ ഹോട്ടലിലാ. ആഹാ, എങ്കിൽ തീർച്ചയായിട്ടും വിസ്മയുടെ പാട്ട് കേൾക്കാൻ ഞാനും ഉണ്ടാവും. അഖിൽ എന്തായാലും വരണം. 2 തവണ വീട്ടിൽ പ്രോഗ്രാം നടത്തി. എങ്കിലും എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാരണം പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ പറ്റിയില്ല. ഇന്ന് ക്ലബിന്റെ ചെറിയൊരു പ്രോഗ്രാമാ. മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ അഖിൽ സാറിന് പാട്ട് ആസ്വദിക്കാം. ഞാൻ എന്റെ വുഡ്ബിയുടെ കൂടെ ഡിന്നറിന് വന്നതാ. ആഹാ, എന്നിട്ട് നക്ഷത്ര എവിടെ? ആ, വാഷ്റൂമിലേക്ക് പോയതായിരിക്കും. ഇപ്പൊ വരും. എങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഞാനേ പ്രോഗ്രാമിന്റെ കുറച്ച് കാര്യങ്ങൾ എന്തായെന്ന് അന്വേഷിച്ചിട്ട് വരാം. ഓക്കെ മാം. ആ, ഇരിക്കും. ഒരുപാട് തവണ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാ ഇങ്ങനെ അഖിൽ സാറിന്റെ ഒപ്പം ഇരിക്കുന്നേ. ആ, കുടിക്കാൻ എന്താ പറയേണ്ടത്? അയ്യോ, ഒന്നും വേണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശബ്ദത്തിന്റെ ഉടമയാ വിസ്മയ. ഒരു ഫാൻ ബോയുടെ മനസ്സോടെയാ ഞാൻ വിസ്മയുടെ മുന്നിലിരിക്കുന്നത്. ഇത് വിസ്മയല്ലേ? ഇവൻ നക്ഷത്രയുടെ കൂടെ ഡിന്നറിന് വന്നല്ലേ? ഓ, പക്ഷെ ഇത് വിസ്മയല്ലേ? നക്ഷത്രക്കാണ് വിസ്മയ്ക്കാണ് ഇവൻ ഡിന്നർ കൊടുക്കുന്നത്. ഞാൻ അടിച്ച സാധനം മാറിപ്പോയോ? ഇല്ല, ഇത് വിസ്മയ തന്നെ. അപ്പൊ പിന്നെ നക്ഷത്രം എവിടെ പോയി? ഈ ചിരികളിൽ നക്ഷത്രം വന്നു കണ്ട് അപകടമാവില്ല ദൈവമേ. അഖിലും ഇവളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നക്ഷത്രം സംശയിക്കും. ശരിയാവില്ല. അത് വേറെ വിസ്മയ എവിടെ ഇരിക്കുവായിരുന്നോ? അയ്യോ, പ്രോഗ്രാം നടക്കുന്നിടത്തുനിന്ന് പ്രശസ്ത ഗായിക വിസ്മയ ഇവിടെ എത്തും, ഇവിടെ എത്തും, ഇവിടെ എത്തും അനൗൺസ് ചെയ്തോണ്ടിരിക്കുക. അയ്യോ, പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി തുടങ്ങാൻ പോവാന്ന് തോന്നുന്നു. ആ, അതെ, വിസ്മയ ഒന്ന് മുഖം കാണിച്ചിട്ട് വന്നാൽ അവർക്ക് സമാധാനം ആവൂലോ അല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാട്ട് കേട്ടിട്ടേ പോവാവൂ. തീർച്ചയായിട്ടും. വിസ്മയ അല്ലേ? ഞാൻ നക്ഷത്ര. അറിയാം, നമ്മളെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയും നമ്മളെ കാണേണ്ടവരാ. ഇനി കാണുമ്പോ ഞാൻ അഖിയുടെ വൈഫായിരിക്കും. ബെസ്റ്റ് വിഷസ്. നീ അഖിലിന്റെ വൈഫാകുന്നത് എനിക്കൊന്ന് കാണണം. എടാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോടൊപ്പം വന്ന് നീ വേറൊരു പെണ്ണുമായി സംസാരിച്ചിരിക്കുന്ന കണ്ടാൽ നക്ഷത്രയ്ക്ക് സംശയം തോന്നത്തില്ലേ? നക്ഷത്ര അത്രയ്ക്ക് നാരോ മൈൻഡുള്ള ആളൊന്നുമല്ല. അതൊക്കെ പറച്ചിലല്ലേ കാണത്തുള്ളൂ. എടാ, പെണ്ണിന്റെ മനസ്സ് പിടികിട്ടാൻ പാടാ. നക്ഷത്ര പോയ ആ ഗ്യാപ്പിൽ വേറെ ആരെങ്കിലും കേറി ഇരുന്നാലോ എന്ന് കരുതി ഞാൻ സീറ്റ് പിടിച്ചിട്ടതാ. കേറി ഇരുന്നാട്ടെ. അപ്പൊ കാര്യങ്ങള് നടക്കട്ടെ. നക്ഷത്രയ്ക്ക് മറ്റൊരാളായിട്ട് ബന്ധമുണ്ടെന്ന് അഖിൽ സാറിനെ എങ്ങനെ അറിയിക്കും? എന്റെ കണ്ണ, അഖിൽ സാറിനെ പോലൊരു നല്ല മനുഷ്യൻ ചതിക്കപ്പെടരുതേ. വിവാഹത്തിന് മുൻപ് നക്ഷത്രയുടെ തനി നിറം അഖിൽ സാർ അറിയണം.
അഖിൽ ഇപ്പൊ നക്ഷത്രയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ ഫുഡ് കൊണ്ടുവരും. കൈ കഴുകാൻ അഖിൽ വാഷ്റൂമിലേക്ക് പോവും. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ പവർ സപ്ലൈ ഓഫാക്കും.